മുന്നോക്കം നിൽക്കുന്ന ജാതി എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നത കുലജാതരെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളൊന്നും ഇത് അംഗീകരിക്കാൻ പോകുന്നുമില്ല. നിയമ സംവിധാന വ്യവസ്ഥയുടെ ഭാഗത്തു നിന്നൊരു ഇളവും കിട്ടാനും പോകുന്നില്ല. അപ്പോൾ ഒരു പെൺകുട്ടി എന്തെങ്കിലും വന്നൊരു പുരുഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഒരു കുറ്റവാളിയാക്കുന്ന അല്ലെങ്കിൽ അവൻ കുറ്റവാളി തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ കാര്യത്തിലും അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും സത്യങ്ങൾ മറന്നേക്ക് പുറത്തു വരട്ടെ. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന കോടതി വിധി എന്ന് പറയുന്നത് രണ്ടുപേരുടെ സമ്മതത്തോടുകൂടി ചെയ്തൊരു കാര്യമാണെങ്കിൽ അതൊരിക്കലും കുറ്റകരമായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് കോടതി എടുത്തു പറയുകയും ആ ഒരു കാര്യത്തിൽ ഇനി ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ. കോടതി പറഞ്ഞു ഇത് കുറ്റകരമല്ല, രണ്ടുപേരുടെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ അതിനെതിരെ കേസെടുക്കാൻ, പീഡനം എന്നുള്ള രീതിയിൽ കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളത് എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന്. പക്ഷേ അതങ്ങനെ ചെയ്തവൻ വേടനാണല്ലോ, അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ. അവനെതിരെ കേസ് വേണം, ഉണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് കയറി അങ്ങോട്ട് കൊളുത്തി കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇവർ കാണിച്ച പരിപാടിയാണെന്നുള്ളത് നമുക്കറിയാം. അതിന് വേണ്ടിയിട്ട് ഈ സിൻഡിക്കേറ്റ്, മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ചാനലൊക്കെ കുറേ ആളുകളെ കൊണ്ട് നിർത്തി ഓരോ ദിവസം ഓരോ എപ്പിസോഡ് അടിച്ചങ്ങ് വിടുകയാണ്. റീച്ചും വേണം, അതോടൊപ്പം തന്നെ തന്തയ്ക്ക് പുറ കഴിയാൻ